വെള്ളാപ്പള്ളിക്കും സുകുമാരൻ നായർക്കുമെതിരെ മുസ്ലിം ലീഗിന്റെ മുദ്രാവാക്യം. തൊടുപുഴയിലെ മുസ്ലിം ലീഗിന്റെ ആഹ്ലാദ പ്രകടനത്തിലാണ് മുദ്രാവാക്യം. കേരള മണ്ണിലെ നിയമങ്ങൾ ലീഗ് പറയും, അഭിമാനത്തിൽ അസ്തിത്വം ആരുടെ മുമ്പിൽ പണയം വെക്കാനാവില്ല എന്നും മുദ്രാവാക്യം. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, അങ്ങേയറ്റം പ്രകോപനപരമായ ഒരു മുദ്രാവാക്യം. അധികാരത്തിലേറിയതിന്റെ അഹന്ത വളരെ കൃത്യമായി മുസ്ലിം ലീഗ് പ്രകടിപ്പിക്കുകയാണ്. എന്താണ് തൊടുപുഴയിൽ ഉണ്ടായത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഈ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയതിന് പിന്നാലെ തൊടുപുഴയിൽ ഈ മുസ്ലിം ലീഗ് പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിലാണ് ഇത്തരത്തിൽ പ്രകോപനപരമായ മുദ്രാവാക്യം. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായർക്കുമെതിരെ അസഭ്യവർഷം നടത്തിയുള്ള മുദ്രാവാക്യങ്ങളും ഉണ്ടായത്. വെള്ളാപ്പള്ളി നടേശനെയും അതുപോലെ തന്നെ സുകുമാരൻ നായരെയും കേട്ടാൽ അടയ്ക്കുന്ന ഭാഷയിൽ അസഭ്യം പറയുകയായിരുന്നു. പ്രധാനമായും ഈ ലീഗിന്റെ നിലപാടുകൾക്കെതിരെ എടുത്ത നയങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ വന്ന പ്രതികരണങ്ങളാണ് ലീഗ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ മുഴക്കിയ മുദ്രാവാക്യം ഇത്തരത്തിലാണ്: കേരള മണ്ണിലെ നിയമങ്ങൾ ലീഗ് പറയും, അതോടൊപ്പം തന്നെ ലീഗ് ഭരിക്കും കേരള മണ്ണ് എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് അവർ ആ ഒരു ആഹ്ലാദ പ്രകടനം നടത്തിയത്. എത്രത്തോളം കോൺഗ്രസിലേക്ക് ലീഗിന് കടന്നു കയറാൻ സാധിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനവും അതിനുശേഷം നടന്ന ഇത്തരത്തിലുള്ള പ്രകോപനപരമായ ഈ ആഹ്ലാദ പ്രകടനം എല്ലാം തന്നെ വ്യക്തമാക്കുന്നതുമാണ്.